മത്സര ചിത്രമൊക്കെ തെളിഞ്ഞതോടെ ഈ ഇടത് വലത് BJP ഒക്കെ പ്രചരണമൊക്കെ തുടങ്ങിയിരുന്നു. ഈ കുറച്ച് പ്രചരണത്തിൽ പിന്നിൽ നിന്നത് PV അൻവർ ആയിരുന്നു. കഴിഞ്ഞ ദിവസം തൊട്ട് PV അൻവറും പ്രചരണത്തിലൊക്കെ സജീവമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളും നിലമ്പൂരിൽ പ്രചരണ തിരക്കിലാണെന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ ഇടക്കര പഞ്ചായത്തിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ വാഹന പര്യടനം. വ്യക്തികളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. അതേസമയം സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പ്രധാന പ്രചരണ ആയുധമാക്കാനാണ് LDFന്റെ തീരുമാനം. ഇന്ന് ഗുണഭോക്താക്കളുടെ കൂട്ടായ്മയൊക്കെ നടക്കുന്നുണ്ട് നിലമ്പൂരിൽ. നമുക്ക് ശാന്തകുമാർ വെള്ളാലത്തോട് ചോദിക്കാം എന്താണ് ഇന്ന് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്ന്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ പ്രചരണത്തിൽ കൂടുതൽ സജീവമായിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശം, കൈക്കൂലി പരാമർശമൊക്കെ വലിയ രീതിയിൽ ഇടത് ക്യാമ്പ് അത് ഏറ്റെടുക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ അവിടെ ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൺവെൻഷൻ ഉണ്ട്. UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു CMന്റെ മലപ്പുറം പരാമർശം അത് പരമാവധി ഒരു ചർച്ചാ വിഷയമാക്കാൻ, പരമാവധി ആയുധമാക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനമെന്ന് തോന്നുന്നു. ഇനി PV അൻവറിന്റെ ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ്? മൊത്തത്തിൽ ഇന്നത്തെ ദിവസം നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? നിലമ്പൂരിൽ അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഊർജിതമായ അതിൻ്റെ പ്രചരണം എല്ലാം തുടരുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും സജീവമായ രംഗത്തുണ്ട്. ഇന്നലെയാണ് PV അൻവറിന് ചിഹ്നം അനുവദിച്ച് കിട്ടിയത്. കത്രികയാണ് ചിഹ്നം. അപ്പോൾ ഇനി ചിഹ്നം ഉപയോഗിച്ചുള്ള പ്രചരണം കൂടി PV അൻവറിന് ഇന്ന് മുതൽ തുടങ്ങാനാകും. എന്തായാലും വലിയ തോതിലുള്ള പ്രചരണത്തിന്, വലിയ ആരോപണങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് എല്ലാം വേദിയാവുകയാണ് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രതലം എന്ന് പറയാം. കാരണം ഓരോ വിഷയങ്ങൾ, മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു മലപ്പുറം പരാമർശം, ഒരു ദിനപത്രത്തിൽ വന്ന പരാമർശം UDF വലിയ ആയുധമാക്കുന്നുണ്ട്, പ്രചരണ ആയുധമാക്കുന്നുണ്ട്. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട പ്രചരണ രീതിയും അതുതന്നെയാണ്. അതിനെ മറികടക്കാൻ തന്നെയാണ് KC വേണുഗോപാലിൻ്റെ ക്ഷേമ പെൻഷൻ കൈക്കൂലി പരാമർശവും അതാണ് LDFും വലിയ ഒരു പ്രചരണത്തിന് ആയുധമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് ചുങ്കത്തറയിൽ. അവിടെ വിജയരാഘവനാണ് ഇന്ന് ആ ചടങ്ങ് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത്. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അങ്ങനെ അത് ഒരു വിപുലമായ പ്രചരണ പരിപാടിയാക്കുന്നതിന് തന്നെയാണ് എല്ലാ പാർട്ടികളും ശ്രമിക്കുന്നത്. CPM ഒരു ഭാഗത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ UDF അത് മുഖ്യമന്ത്രിക്കെതിരെ ആക്രമിക്കുന്നതിനുള്ള മറ്റൊരു വിഷയമായി മാറുന്നു. PV അൻവർ ആകട്ടെ അത് UDFനും LDFനും എതിരെ രൂക്ഷമായ വിമർശനവുമായി പതിവ് പോലെ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം VD സതീശിനെതിരെ അതിരൂക്ഷ വിമർശനം, തൻ്റെ ഉപാധികൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിനെ തുടർന്നുള്ള ചർച്ചകളും പിന്നീട് പല വിധത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായി. അത്തരത്തിലുള്ള നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം അതിനനുസരിച്ച് തന്നെ വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് വിജയിപ്പിച്ചെടുക്കുന്ന ശ്രമം തന്നെയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. BJP ആണെങ്കിൽ ഇന്ന് BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എടക്കര പഞ്ചായത്തിലാണ്. എടക്കര പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും അതുപോലെ തന്നെ ഹിന്ദു ദേവാലയങ്ങളിലും എല്ലാം സന്ദർശനം നടത്തുന്നുണ്ട്. മത മേലധ്യക്ഷന്മാരെയും അതുപോലെ തന്നെ സാമുദായിക നേതാക്കളെയും എല്ലാം നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്നതിനും അവരുടെ പിന്തുണ തേടുന്നതിനുമാണ് അവരുടെ ഭാഗത്തു നിന്നും NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണ രീതി. അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും ഇന്ന് വലിയ സജീവമായുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് K മുരളീധരൻ നിലമ്പൂരിൽ പ്രചരണ രംഗത്തുണ്ട്. K മുരളീധരൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തും നേരിട്ട് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന തുടരുന്നുണ്ട്. അത് ഇനി നാളെ ബലിപെരുന്നാളാണ്. ആ ബലിപെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരിപാടികളെല്ലാം വളരെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി രംഗത്ത് തുടരുക തന്നെയാണ് സേതു. ശരി. അപ്പോൾ നിലമ്പൂരിൽ ഇന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളൊക്കെ കൂടുതൽ പ്രചരണ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്.